ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് നമ്മൾ ഇവിടെ കടല പായസമാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം തന്നെ ഒരു ചട്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പരിപ്പ് നന്നായി ഉടയ്ക്കണം. ആ പരിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചത്. ബാക്കി ഇവിടെ കാണിച്ചു വെക്കുന്നത് ഉരുക്കിയ ശർക്കരയും ഒന്നാം പാലും രണ്ടാം പാലുമാണ്. അതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു വെച്ച് ചട്ടിയിലേക്ക് പരിപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നന്നായി അത് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ഉരുക്കിയ ശർക്കര അതിൽ അരിച്ചൊഴിക്കണം. പ്രത്യേകം അത് അരിച്ച് തന്നെ ഒഴിക്കണം. അത് കാരണം ശർക്കരയിൽ പൊടികൾ കാണും. ഇതും ശർക്കരയും നന്നായി ഇളക്കി യോജിപ്പിക്കണം. എൻ്റെ അമ്മ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടാക്കി തരും. അമ്മ ഇന്നിവിടെ എനിക്ക് ശർക്കര പായസമാണ് ഉണ്ടാക്കി തന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അമ്മ ഉണ്ടാക്കുന്നത് എല്ലാത്തിനും നല്ല രുചിയാണ് ഗൈസ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചത്. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കും. ഗൈസ്, പായസം അടിയിൽ പിടിക്കാതെ നോക്കണേ. തീ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി തന്നെ പായസം എടുക്കണേ ഗൈസ്. നമ്മുടെ പായസം ഇപ്പോൾ റെഡിയാവാറായി. ഒന്നാം പാലും നട്ട്സും നെയ്യും മൂപ്പിച്ചതും ഗൈസ് ഈ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു വരാം. കമോൺ ഗൈസ്, നമ്മൾ കടയിലേക്ക് എത്താറായി ഗൈസ്. കടയിലത്തെ സാധനം വാങ്ങിച്ച് ഗൈസ് നമ്മൾ വരികയാണ്. നമ്മൾക്ക് ഇതുകൊണ്ട് വീട്ടിൽ കൊടുത്തിട്ട് വരാം ഗൈസ്. നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞതുപോലെ പായസത്തിൽ തേങ്ങ ചെറുതായി അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ചിട്ടാൽ മതി ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതി ഗൈസ് പായസം റെഡിയാവാൻ. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. കമോൺ ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് എത്താറായി ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് എത്തി ഞാൻ പായസം ടേസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. സൂപ്പറാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.